ഇന്ത്യയിൽ നിന്നും യുഎഇയിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് കുറയ്ക്കാൻ ഓപ്പൺ സ്കൈ പോളിസി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്രാ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കിയാൽ യാത്രാ നിരക്ക് പകുതിയിലധികം കുറയുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടാണ് നിർണായകം. ഇന്ത്യയിൽ വേനലവധി ആരംഭിച്ചതോടെ 2-3 ഇരട്ടിയായാണ് ഗൾഫിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് വർദ്ധിച്ചത്. മെയ് അവസാനമാകുമ്പോഴേക്കും തിരിച്ചുള്ള നിരക്കും ഇതുപോലെ കുതിച്ചുയരും. സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന വിമാനക്കൊള്ളയ്ക്ക് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്നാണ് ആവശ്യം. 2014 ഇന്ത്യയും യുഎഇയും തമ്മിൽ ഒപ്പുവെച്ച കരാർ സമയോചിതമായി പുതുക്കാത്തതാണ് വിമാനയാത്രാ നിരക്ക് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. കരാർ അനുസരിച്ച് ആഴ്ചയിൽ 66,000 സീറ്റുകളാണ് എല്ലാ വിമാന കമ്പനികൾക്കും കൂടി ദുബായിലേക്കുള്ളത്. അബുദാബിയിലേക്ക് 55,000 സീറ്റുകളും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 15 നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള ആകെ സീറ്റുകളുടെ കണക്കാണ് ഇത്. ഇത്തിഹാദ് എയർവേസ്, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ സർവീസുകളെല്ലാം ഇതിൽ ഉൾപ്പെടും. സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന് യുഎഇയിലെ എല്ലാ വിമാന കമ്പനികളും ആവശ്യപ്പെടുന്നുണ്ട്. യുഎഇക്കും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ്. എന്നാൽ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നത് വിമാന കമ്പനികളുടെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുമെന്നാണ് ഇന്ത്യയുടെ ആശങ്ക. 2012 കിങ്ഫിഷർ എയർലൈൻസും 2023 ഗോ എയറും പൂട്ടിപ്പോയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനായി ഇന്ത്യ നിരത്തുന്ന വാദം. അതേസമയം 5%, 10% സീറ്റ് വർധന വേണമെന്ന ആവശ്യവും ശക്തമാണ്. 1% സീറ്റ് കൂട്ടിയാൽ പോലും ടിക്കറ്റ് നിരക്കിൽ 0.2% കുറവുണ്ടാകുമെന്നും ഇത് സാധാരണക്കാർക്ക് ആശ്വാസമാകുമെന്നും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും ഡൽഹിയിലെ യുഎഇ എംബസിയും പുറത്തുവിട്ട പഠനം പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.